കാവേരി നദീജല കേസ് സുപ്രീം കോടതി പരിഗണിച്ചു. കേസിൽ കർണാടകത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാദരവാണ് കർണാടകം കാണിക്കുന്നത് എന്ന വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. കാവേരി പ്രശ്നത്തിൽ തുടർച്ചയായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ടുള്ള കർണാടകയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. കഴിഞ്ഞ ദിവസം തന്നെ 3 ദിവസത്തേക്ക് തമിഴ്നാടിന് 6000 ഘനയടി വെള്ളം വിട്ടു നൽകണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ വെള്ളം വിട്ടു നൽകാനാവില്ല എന്ന നിലപാട് കർണാടകം സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പങ്കെടുത്ത യോഗത്തിലും കർണാടകം ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. സന്തോഷ് സലിംഗ് ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സന്തോഷ്, അതിരൂക്ഷമായ വിമർശനം പ്രത്യേകിച്ച് കോടതി ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും അത് പാലിക്കാത്തൊരു നിലപാടുകൂടി കർണാടക സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി പറഞ്ഞത്? സൗമ്യ, കാവേരി നദീജല വിനിയോഗം സംബന്ധിച്ച ഉത്തരവുകൾ കർണാടക തുടർച്ചയായി ലംഘിക്കുന്നതിനുള്ള കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ കർണാടക അപമാനിച്ചു. ഉത്തരവുകൾ തള്ളിക്കളയുന്നതിലൂടെ കോടതിയാണ് അവഹേളിക്കുന്നതെന്നും സുപ്രീം കോടതി വിമർശിച്ചു. 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 6000 ക്യൂസെക് ജലം വിട്ടു നൽകാൻ വീണ്ടും ഉത്തരവിട്ട സുപ്രീം കോടതി നിയമം പാലിക്കാൻ കർണാടകയ്ക്ക് ഇത് അവസാന അവസരമാണെന്നും പരാമർശിക്കുകയുണ്ടായി. എന്നാലും കാവേരി നദീജല പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഇടപെടാനോ ആവശ്യപ്പെട്ടു. ഇതിനായി കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കണം. 4-ാം തീയതിക്കകം ഈ ബോർഡ് രൂപീകരണം പൂർത്തിയാകണം. ഇതിനു മുമ്പ് തന്നെ കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ബോർഡിലേക്കുള്ള പ്രതിനിധികളെ നിർദ്ദേശിക്കുകയും വേണം. ഇത് നാളെ തന്നെ ചെയ്യണം എന്നും സുപ്രീം കോടതി പറഞ്ഞു. കാവേരി മാനേജ്മെന്റ് ബോർഡ് യോഗം ചേർന്ന് ജലലഭ്യത, വിനിയോഗം എന്നിവ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുക എന്നും സുപ്രീം കോടതി ഉത്തരവിടുകയുണ്ടായി. ഇതിനിടയിൽ ചില നാടകീയ സംഭവവികാസങ്ങളും കോടതിയിലുണ്ടായി. കാവേരി പ്രശ്നത്തിൽ കർണാടകയ്ക്ക് വേണ്ടി നിലവിൽ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകനായ ഫാലിയസ് നരിമാനാണ്. അദ്ദേഹമാകട്ടെ നിലവിൽ കർണാടക തുടർച്ചയായി സുപ്രീം കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഈ ഹാജരാകുന്നതിൽ നിന്നും പിന്മാറുകയും. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്.